ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്. അതായത് സയൻസിലെ പ്ലാന്റ്സ് എല്ലാമാണ് ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ ചാർട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് കട്ട് എടുത്തിട്ട് അതിൽ പ്ലാന്റ്സ് എല്ലാം പെൻസിൽ വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല, നമ്മൾ നോക്കി വരച്ചാൽ മതി. ഇതുപോലെ ഈ പിക്ചറിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിതിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡറിലൊക്കെ ഞാനൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഞാൻ ഈ ഫെവിക്കോളിൻ്റെ മുകളിലായിട്ട് വൈറ്റ് കളർ ഉളൻ ത്രെഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സ്കെച്ച് വെച്ച് വരഞ്ഞു കൊടുക്കുകയോ പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ത്രെഡൊക്കെ വെച്ച് ആക്ടിവിറ്റിയോ പ്രോജക്റ്റോ ഒക്കെ ചെയ്യുമ്പോൾ അത് പിള്ളേർക്കും ഒത്തിരി സന്തോഷമായിരിക്കും. അവർക്കും അതിൽ പങ്കുചേരാൻ പറ്റും. അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അവർക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഈ ബോർഡർ ലൈൻ ഞാനിവിടെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എൻഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ ഞാൻ അടുത്ത ലെയറും ഈ ഉളൻ ത്രെഡ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് ഔട്ടർ മോസ്റ്റ് ലെയറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മിഡിലുള്ള ഈ ഒരു പോർഷൻ വന്നിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഉളൻ ത്രെഡ് അല്ല ഞാൻ വെക്കുന്നത്, ടോയിൻ നൂല് പോലത്തെ നൂലുണ്ടല്ലോ, സാധാരണ നൂല്, അതാണ്. അതും വൈറ്റ് കളർ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അത് കുറച്ചുകൂടെ കട്ടി കുറവുണ്ട്, അപ്പം ഞാൻ അതാണ് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെയും പണി തീർന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു സർക്കിളും കൂടെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സെയിം ത്രെഡാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതുപോലെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിനൊക്കെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ സാധാരണ മിഷൻ ത്രെഡില്ലേ നമ്മൾ തയ്ക്കുന്ന ആ ഒരു ത്രെഡ് യൂസ് ചെയ്താണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ത്രെഡ് വെച്ച് ഒട്ടിച്ചൊന്നും കൊടുക്കാൻ പറ്റാത്ത, അതിനെക്കാട്ടിലും തീരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് വൈറ്റ് കളറ് പെൻസിലാണ് കേട്ടോ. ക്രയോൺസ് അല്ല, പെൻസിലാണ്. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ പെൻസിൽ ഇല്ലാത്തത് കാരണം ഞാനിവിടെ ക്രയോൺസ് എടുത്തു. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ക്രയോൺസ് ആകുമ്പോൾ വീതി കൂടുതലാണ്. പക്ഷേ പെൻസിലാണെങ്കിൽ നമുക്ക് ഷാർപ്പ് നീഡിലുണ്ട്, നല്ല രീതിയിൽ വരഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊന്ന് വരഞ്ഞെടുക്കുകയാണേ. അങ്ങനെ ഏകദേശം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഞാനിത് ഒരു വൈറ്റ് ചാർട്ടിലോട്ട് ഒന്ന് ഒട്ടിച്ചു പിടിപ്പിക്കുകയാണ്. ചാർട്ടിൽ ബോർഡർ ലൈനൊക്കെ ഇട്ട് ഹെഡിങ് ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷനായിപ്പോയി പാർട്സ് എങ്ങനെ ലേബൽ ചെയ്യുമെന്ന്. കാരണം നമ്മൾ ഇങ്ങനെ വരഞ്ഞിട്ട് വേണ്ട ഓരോ പാർട്സും എഴുതാൻ. അപ്പം എന്തുകൊണ്ട് വരയ്ക്കും, എങ്ങനെ വരച്ചാൽ ഈ ബ്ലാക്ക് ചാർട്ടിൽ ക്ലിയർ ആവും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവസാനം ഞാൻ പെൻസിൽ തന്നെ യൂസ് ചെയ്തു. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ചില സമയം ചില ഡയറക്ഷനിൽ നോക്കുമ്പോൾ കാണത്തില്ല, പക്ഷേ അല്ലെങ്കിൽ നല്ല ഒരു വൈറ്റ് കളർ ലൈൻ പോലെയാണ് കാണുന്നത്. എന്തായാലും നന്നായിട്ട് വരയാനും എഴുതാനും പറ്റി. അപ്പോൾ എൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. താങ്ക്സ് ഫോർ വാച്ചിങ്.